ഈ അമേരിക്കയിലെ സർവകലാശാലകളിൽ ഇസ്രയേലിനെതിരെ ഹമാസിന് അനുകൂലമായി വലിയ പ്രകടനങ്ങൾ നടക്കുകയാണ്. ഇപ്പോൾ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ അമേരിക്കൻ ജനപ്രതിനിധി സഭയുടെ അധ്യക്ഷനായ മൈക്ക് ജോൺസൺ കഴിഞ്ഞ ദിവസം സന്ദർശനം നടത്തി. പക്ഷേ അവിടെ വിദ്യാർത്ഥി യൂണിയൻ അദ്ദേഹത്തെ കൂവി അദ്ദേഹത്തിൻ്റെ പ്രസംഗം തടസ്സപ്പെടുത്തി. അപ്പോൾ പ്രസിഡന്റ് മൈക്ക് ജോൺസൺ ഇപ്പോൾ പറഞ്ഞത് അവിടുത്തെ സർവകലാശാല യൂണിയൻ്റെ പ്രസിഡന്റ് നമ്മുടെ കേരളത്തിലെ യൂണിവേഴ്സിറ്റി യൂണിയൻ പ്രസിഡന്റ് പോലെ മിനുഷ് ഷഫീഖ് എന്ന് പറയുന്ന ആളാണ്. അപ്പോൾ അതിൽ നിന്ന് വ്യക്തമാണ് അമേരിക്കയിലെ സർവകലാശാല യൂണിയനുകളുടെ ഭരണം പോലും ഹമാസ് അനുകൂലികളുടെ കയ്യിലെത്തിയിരിക്കുന്നു. ഇദ്ദേഹം ഈ സർവകലാശാല യൂണിയൻ പ്രസിഡന്റ് കൊളംബിയ യൂണിവേഴ്സിറ്റി പ്രസിഡന്റ് രാജിവെക്കണമെന്ന് അവിടുത്തെ സ്പീക്കറായ മൈക്ക് ജോൺസൺ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അമേരിക്കയിലും ഈ പറയുന്ന പോലെ ഇസ്രയേലിനെതിരെ വലിയ ജനവികാരം ഉണ്ടായി വരികയാണോ? ഉണ്ടായി വന്നു കഴിഞ്ഞതാണത്, ഇപ്പോഴൊന്നുമല്ല. ഈ കോൺഫ്ലിക്റ്റ് തുടങ്ങിയ സമയം മുതൽ അമേരിക്കയിൽ വലിയ വയലൻ്റായിട്ടുള്ള പ്രകടനം നടക്കുന്നു. പാലസ്തീൻ അനുകൂലമായിട്ട് മുസ്ലിങ്ങളുടെ പ്രകടനം നടക്കുന്നു. ഹാർവർഡ് യൂണിവേഴ്സിറ്റിയുടെ ചീഫ് ആ സ്ത്രീക്ക് രാജിവെക്കേണ്ടി വന്നു. കാരണം അവിടെ ജൂത കുട്ടികളുടെ നേർക്ക് വിവേചനം നടക്കുന്നു. അതിൻ്റെ അന്വേഷണം വന്നു. ആ അന്വേഷണത്തിൽ ഈ സ്ത്രീക്ക് സമ്മതിക്കേണ്ടി വന്നു. അതെ, ജൂതന്മാരെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല ക്യാമ്പസ്, ഹാർവർഡ് യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസ്. അവരെ ഒറ്റപ്പെടുത്തുന്നു, അവരെ ഉപദ്രവിക്കുന്നു, കളിയാക്കുന്നു. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ഇങ്ങനെയാണ്, കൊളംബിയ യൂണിവേഴ്സിറ്റി ഇങ്ങനെയാണ്. മെനി ഓഫ് ദ യൂണിവേഴ്സിറ്റീസ് ഇതിനെല്ലാം പണം മുടക്കിയിരിക്കുന്നത് ഈ ഹമാസിനോട് അസോസിയേറ്റ് ചെയ്ത് ഖത്തർ അവരവരൊക്കെ ഈ യൂണിവേഴ്സിറ്റിക്ക് കൈയച്ച് പണം കൊടുത്തിട്ടുണ്ട്. അല്ല, അമേരിക്ക പൊതുവെ ഇസ്രായേലിന് അനുകൂലമായി നിൽക്കുന്ന രാജ്യം. അത് അവരുടെ പോളിസി, അവരുടെ ഫോറിൻ പോളിസി, അവരുടെ ഡിഫൻസ് പോളിസിയൊക്കെ. ബട്ട് യൂണിവേഴ്സിറ്റീസ് ഓൾറെഡി ഇവരുടെ കയ്യിലാണ്. ഹാർവർഡ് യൂണിവേഴ്സിറ്റി എത്രയോ കാലമായിട്ട് അവരുടെ കയ്യിലാണ്. നമ്മുടെ JNU പോലെയാണ്. JNUയേക്കാൾ വഷളാണ്. ഹാർവർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സുബ്രഹ്മണ്യൻ സ്വാമിയെ പുറത്താക്കാൻ കാര്യം എന്താ? എത്ര വർഷം മുമ്പാണ്. എന്താണ് ഇത്? അദ്ദേഹം ഇവിടെ മുസ്ലിങ്ങൾക്കെതിരെ സംസാരിക്കുന്നു. അതുകൊണ്ട് ഹാർവർഡ് യൂണിവേഴ്സിറ്റി എന്ത് ചെയ്തു? സ്വാമി പഠിപ്പിക്കുന്ന സബ്ജക്ട്സ് ഉണ്ടല്ലോ, ആ സബ്ജക്ട്സ് അങ്ങ് സിലബസിൽ നിന്ന് എടുത്തു കളഞ്ഞു. പിന്നെ പഠിപ്പിക്കാൻ പറ്റില്ല. എന്നിട്ട് പറഞ്ഞു, സ്വാമി വി ഡോണ്ട് ഹാവ് എ സബ്ജക്റ്റ് ഫോർ യു, സോറി. ഇങ്ങനെയാണ് പുറത്താക്കിയത്. കാരണം ഇല്ലെങ്കിൽ സ്വാമി തിരിച്ച് US-ലും നിയമമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമല്ലോ എന്ന് കരുതിയിട്ട് സിലബസിൽ നിന്ന് ആ വിഷയങ്ങൾ എടുത്തു കളഞ്ഞു. പുള്ളി പഠിപ്പിച്ചുകൊണ്ടിരുന്നത് എക്കണോമിക്സാണ്, നമ്പർ തിയറിയോ സംതിങ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എക്കണോമിക്സ്. ആ സാധനം അങ്ങ് എടുത്തു കളഞ്ഞു സിലബസിൽ നിന്ന്. അല്ല, അമേരിക്കയുടെ ഔദ്യോഗിക മതം ക്രിസ്ത്യാനിറ്റി അല്ലേ? ആണ്. പിന്നെ അവിടുത്തെ ക്യാമ്പസുകളിൽ ഇങ്ങനെ വലിയ അമേരിക്കയുടെ മതവിശ്വാസത്തിനും രാഷ്ട്രീയ നയത്തിനുമെതിരായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്നത് ഇവിടുത്തെ പോലെ അങ്ങനെ ഒരു അന്തരീക്ഷമല്ല അമേരിക്ക. അമേരിക്കയുടെ മതം ക്രിസ്ത്യാനിറ്റി അന്ന് എഴുതി വെച്ചത് 1983 മറ്റുമാണ്. അതുവരെ ഔദ്യോഗിക മതം ഒന്നും അമേരിക്കയ്ക്കില്ല. മതമില്ല എന്നൊന്നുമല്ല, മതമൊക്കെ അവർക്കുണ്ട്, പക്ഷെ അത് അവരുടെ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടില്ല. 83-ലാണ് ക്രിസ്ത്യാനിറ്റി എന്ന് എഴുതി വെച്ചെങ്കിലും അവർക്ക് അങ്ങനെ ഒരു ക്രിസ്ത്യൻ വാശിയോ സംഗതിയോ ഒന്നും ഉള്ള ആൾക്കാരല്ല അമേരിക്കക്കാർ. അതുകൊണ്ട് അവർ വളരെ ലിബറലായിട്ട് ഇസ്ലാമിനെ അനുവദിച്ചു കൊടുത്തു. ഇസ്ലാം ഫൈനാൻസ് ചെയ്തു. ഇസ്ലാമിനെ അറിയാം, ഈ യൂണിവേഴ്സിറ്റികൾ കേന്ദ്രീകരിച്ച് കലാപം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. സ്റ്റുഡൻസാണ്, ഒരു പരിധിയിൽ കവിഞ്ഞ് ഫോഴ്സ് ഉപയോഗിക്കാൻ പറ്റില്ല. വേറെ ആരെങ്കിലും ആണെങ്കിൽ ചുമ്മാ വെടിവയ്ക്കാം. ഈ സ്റ്റുഡൻസിനെ വെടിവയ്ക്കാൻ പറ്റുമോ? പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ ചൈനയായിരിക്കാം. അതെ, അങ്ങനെ ചെയ്യും. ബട്ട് അമേരിക്കയ്ക്ക് അങ്ങനെ ചെയ്യാനുള്ള ഒരു അന്തരീക്ഷമല്ല അമേരിക്കയിൽ. ജനാധിപത്യ രാജ്യമാണല്ലോ. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഇവർ ഈ യൂണിവേഴ്സിറ്റികളെ ഫൈനാൻസ് ചെയ്തിട്ടുണ്ട്, വിദ്യാർത്ഥികളെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. കാരണം കച്ചറ ഉണ്ടാക്കാനായിട്ട് അലമ്പന്മാർ വേണമല്ലോ. നമ്മളെ JNU യൂണിവേഴ്സിറ്റിയിൽ ഒരു 100-120 പേരാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാർ. ബാക്കിയുള്ളവരൊക്കെ വെറുതെ വന്ന് പഠിച്ചു പോകുന്ന ആൾക്കാർ. നിർമ്മലാ സീതാരാമനും JNUവിൽ പഠിച്ചതാണ്. ആനന്ദ് രംഗനാഥൻ JNUവിൻ്റെ പ്രൊഡക്റ്റാണ്, വലിയ സയൻറ്റിസ്റ്റാണ്, TV ചർച്ചയിലൊക്കെ വരുന്ന ആൾ. അപ്പോൾ ഇങ്ങനെ പഠിക്കുന്നവരും JNUവിലുണ്ട്. പക്ഷേ ഡൊമിനൻറ്റ് മൈനോറിറ്റി ആയിട്ട് ഈ 100-120-200 പേര് നിൽക്കും. ഇപ്പം അവർ കുറഞ്ഞ് ഈ JNUവിന് പുറത്ത് ഗംഗാ ഢാബ എന്ന് പറഞ്ഞിട്ട് ചായക്കടയുണ്ട്. അവിടെ മാത്രമേ നിങ്ങൾക്ക് ഈ കക്ഷികളെ കാണാൻ പറ്റുള്ളൂ, ഈ ടുക്കുടേ ഗ്യാങ്ങിനെ. അവിടെ ചായ കുടിച്ചിട്ട് ഇപ്പോൾ അയാൾ കടം കൊടുക്കൽ നിർത്തി. അതുകൊണ്ട് അവിടെ രക്ഷയില്ല, എന്നൊക്കെ നിൽക്കുക. ഇപ്പോൾ JNUവിലെ അന്തരീക്ഷം മാറി. തെരഞ്ഞെടുപ്പിൽ അവർ വീണ്ടും വന്നിട്ടൊക്കെയുണ്ട്. ബട്ട് ഈ പഴയ മാതിരിയുള്ള മസിൽ പിടപ്പിക്കൽ JNUവിൽ ഇപ്പോൾ ഇല്ല.
JNU is not a headache. Delhi University is not a headache. Jamia Millia is still a headache. അപ്പോൾ ഇവിടെ ചെന്നൈ IIT കയറി വന്നു. ഞങ്ങൾ അതിലും വലിയ ആൾക്കാരാണ് പറഞ്ഞു. പല സ്ഥലത്ത് അവരിതിങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അമേരിക്ക ഒരു ഓപ്പൺ സൊസൈറ്റി ആയതുകൊണ്ട് അമേരിക്കയിൽ വളരെ വേഗം അവർക്ക് കടന്നു കയറാൻ. അല്ല, കാലക്രമേണ അമേരിക്ക ഇസ്ലാം വിഴുങ്ങുമോ? ഒട്ടനെയൊന്നും വിഴുങ്ങാൻ പറ്റില്ല. ബിക്കോസ് ഓഫ് ദ സൈസ് ഓഫ് അമേരിക്ക ആൻഡ് ദ മൈറ്റ് ഓഫ് അമേരിക്ക. ഈ ട്രംപിൻ്റെ ഒരു വിജയം അതാണല്ലോ. അയാൾ ഒറിജിനൽ അമേരിക്കക്കാർക്ക് വേണ്ടിയിട്ട് നിൽക്കുന്നു. ഒറിജിനൽ അമേരിക്കൻ എന്ന് പറഞ്ഞൊരു സാധനമില്ല, യൂറോപ്പിൽ നിന്ന് കയ്യേറി വന്നവരാണ്. എന്നാലും അവർക്ക് വേണ്ടി അയാൾ നിൽക്കുന്നു. അപ്പോൾ അതാണ് അയാളുടെ ഒരു പ്ലസ് പോയിൻ്റ്. ഭാരതത്തിന് വേണ്ടി മോദി നിൽക്കുന്നു എന്ന് പറയുന്ന പോലെയാണ് ട്രംപ് അമേരിക്കയ്ക്ക് വേണ്ടി നിൽക്കുന്നത്. ഇതാണ് ട്രംപും മോദിയും തമ്മിൽ പെട്ടെന്ന് ജെല്ലാവാനുള്ള റീസൺ. ഇതാണ്, രണ്ടുപേരും ഒരു ദേശീയവാദികളാണ്. അയാളുടെ ദേശത്തിന് വേണ്ടി, ഇദ്ദേഹത്തിൻ്റെ ദേശത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ പെട്ടെന്നൊരു ഫ്രീക്വൻസി മാച്ച് ഉണ്ടാവും. അതാണ് അഗലി ബാർ ട്രംപ് സർക്കാർ എന്നൊക്കെ മോദി അവിടെ പോയി വിളിച്ചു. അത് പുലിവാലി പിടിച്ചു. ചെയ്യാൻ പാടില്ല എന്നൊക്കെ, വാസ്തവത്തിൽ അത് ചെയ്യാൻ പാടില്ല. അവരുടെ നാട്ടിൽ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ കൂട്ടുകാരനാണെന്ന് വിചാരിച്ചിട്ട് സാധാരണ ഇന്ത്യക്കാരനും ചെയ്യാം, പക്ഷെ പ്രധാനമന്ത്രി ചെയ്യുമ്പോൾ അതിലൊരു അപ്പോൾ അത്രയ്ക്ക്. പക്ഷെ വന്നത് ജോ ബൈഡനാണ് താൻ. അപ്പോൾ എന്തായി, ജോ ബൈഡൻ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഉള്ളൊരു കയ്പ് കിടക്കുമല്ലോ, ഇങ്ങനെ മറ്റേ ആളുമായിട്ട് അടുപ്പമുള്ള ആളാണെന്നൊക്കെ. ബട്ട് ദെൻ അത് പിന്നെ അതങ്ങ് മാറി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഇങ്ങനെയാണ് അമേരിക്ക കുറേ നാളുകളായിട്ട് അമേരിക്കൻ യൂണിവേഴ്സിറ്റികളെല്ലാം തന്നെ അമേരിക്കയ്ക്കെതിരാണ്. അമേരിക്ക എന്ത് ചെയ്താലും എതിരാണ്. അമേരിക്ക യുക്രൈനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒറ്റ കാരണം കൊണ്ട് അവർ യുക്രൈനെ എതിർക്കും. ഏതാണ്ട് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ. എന്ത് നമ്മൾ നാടിന് വേണ്ടി എന്ത് ചെയ്യുന്നോ അതിനെതിരെ നിൽക്കും. എന്നിട്ട് അമേരിക്ക അതേ സ്വഭാവമുള്ള കാര്യങ്ങൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യും ഇന്ത്യയിലേക്ക്. അതെ, അമേരിക്ക നമ്മളെ പഠിപ്പിക്കും. ഈ പഠിപ്പിക്കുന്ന കൂട്ടത്തിലും ഇവരുണ്ട്. ഈ സകല കമ്മിറ്റികളിലും, അമേരിക്കയിലെ ഭരണസമിതിയിലെ സകല കമ്മിറ്റിയിലെ ആൾക്കാരെയും ഇവർ വിലക്കെടുത്തിട്ടുണ്ട്. മന്ത്ലി സാലറി കൊടുക്കുന്നുണ്ട്, സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്, ഫെലോഷിപ്പ് എന്ന് പറഞ്ഞ് കൊടുക്കും, മറ്റത് കൊടുക്കും, മറിച്ച് കൊടുക്കും. എനിക്കൊരു അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യ ഗവൺമെൻറ്റിന് എതിര് പറയാൻ പറ്റുമോ? മാക്സസെ അവാർഡ് ഇത്തവണ TG മോഹൻദാസിനാണ് എന്നവർ പ്രഖ്യാപിക്കുന്നു. ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കൂടി വന്നാൽ എല്ലാവരും കൂടെ ബഹളം വയ്ക്കും, അയാൾക്ക് എന്ത് യോഗ്യതയുള്ളത് കിഴങ്ങൻ എന്നൊക്കെ പറയും. പക്ഷേ മാക്സസെ അവാർഡ് കിട്ടിയത് തന്നെയാണ്. എന്നെ എഴുന്നള്ളിച്ചുകൊണ്ട് അമേരിക്കയിൽ പോകും. 4 തവണ അമേരിക്കയിൽ പോയി വന്നു കഴിയുമ്പോൾ ഞാനിവിടെ ദിവ്യനായിട്ട് മാറും. അല്ലെങ്കിൽ മാറ്റാനുള്ള ആൾക്കാർ എൻ്റെ ചുറ്റും കൂടും, തൽപരകക്ഷികളെ അടുത്ത് കൂടും. അങ്ങനെ ഞാൻ വലിയ ദിവ്യന. കുറച്ച് കഴിയുമ്പോൾ സുനിൽ വിചാരിക്കും എന്തെങ്കിലും ചെയ്തോട്ടെ. മനസ്സ് മടുക്കുമല്ലോ ഒരാളിങ്ങനെ, നമ്മൾ വെറുതെ കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമില്ല, വിട്ടേക്ക് എന്ന് പറയും. അങ്ങനെ ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്യും. വലിയ അഭയാർത്ഥികളായി വന്ന് അതത് രാജ്യത്തിൻ്റെ ഡെമോഗ്രാഫിയിൽ, ജനസംഖ്യയിൽ വലിയ മാറ്റം വരുന്നത് ലോകത്തെമ്പാടും കാണുന്നുണ്ട്. ഇപ്പോൾ UK ലണ്ടൻ മേയർ മുസ്ലിമാണ്. അവിടെ 17 മേയർമാർ പാക് വംശജരായ മുസ്ലിമുകളാണ് ലണ്ടനിൽ. അപ്പോൾ ഇതിൻ്റെ ഒരു തനി ആവർത്തനമാണോ US നടക്കുന്നത്? അതാണ് നടത്താൻ നോക്കുന്നത്. പക്ഷേ US അത് അത്ര എളുപ്പമാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം US ഇവരുടെ പേരടക്കമൊക്കെ പുറത്തു വിടുന്ന ടീമാണ്. ഇപ്പം തന്നെ പുറത്തു വന്നു കഴിഞ്ഞു. ഈ US അഡ്മിനിസ്ട്രേഷനിൽ ആരൊക്കെയാണ് ഇവരുടെ പണം പറ്റുന്നതെന്നുള്ളത് പ്രോബബിൾ ലിസ്റ്റ് പുറത്തു വന്നു കഴിഞ്ഞു. അത് അനൗദ്യോഗിക ലിസ്റ്റ് ആയതുകൊണ്ട് ഗവൺമെൻറ്റിന് ഉത്തരവാദിത്തമില്ല. നിഷേധിക്കാനും ഉത്തരവാദിത്തമില്ല, കൺഫേം ചെയ്യാനും ഉത്തരവാദിത്തമില്ല. പക്ഷേ ഈ അനൗദ്യോഗിക ലിസ്റ്റിൻ്റെ സോഴ്സ് നോക്കുമ്പോഴുണ്ടല്ലോ, വളരെ ക്രെഡിബിളായിട്ടുള്ള സോഴ്സിൽ നിന്നാണ് ഈ വിവരമൊക്കെ പുറത്ത് ചാടിയിരിക്കുന്നത്. അപ്പോൾ അതൊരു സിഗ്നലായി ഇവർക്ക്. ദ ബിഗ് ബ്രദർ ഈസ് വാച്ചിങ്. ഞങ്ങൾക്കറിയാം എന്തൊക്കെയാണ് നടക്കുന്നത്, ആരൊക്കെയാണ് കാശ് മേടിക്കുന്നതൊക്കെ ഉള്ളത്. ഈ രീതിയിലുള്ള ഒരു നിയന്ത്രണമാണ് അമേരിക്കയുടെ. അമേരിക്ക അവരെന്തും ചെയ്യാൻ മടിയില്ലാത്തവരാണ്. മൈറ്റ് ഈസ് റൈറ്റ് ആണല്ലോ ലോകത്തിൽ ഇപ്പം നിലനിൽക്കുന്ന. അല്ല, മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ട് വലിയ കർശനമായ പരിശോധനകളൊക്കെ ഉണ്ട് അമേരിക്കയിലേക്ക് വിസിറ്റ് വിസയിൽ പോകുന്നവർക്ക് പോലും. നമ്മുടെ രാഷ്ട്രപതി പോയപ്പോൾ പോലും നേക്കഡായിട്ട് പരിശോധിച്ചു എന്നുള്ള ഒരു അലിഗേഷനൊക്കെ വന്നിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരു രാജ്യത്തേക്ക് ഇവർക്ക് കടന്നു കയറാൻ പറ്റുന്നു എന്നുള്ളത് വലിയ ആശങ്കയല്ലേ? ഇവർ കടന്നു കയറുന്നതിനേക്കാൾ കൂടുതൽ ഇവർ ചെയ്യുന്നത് അമേരിക്കക്കാരെ വിലക്കെടുക്കുക എന്നുള്ളതാണ്. അമേരിക്കക്കാരെ വിലക്കെടുക്കുന്നു. പൈസ കൊടുത്തു കഴിഞ്ഞാൽ ലേഖനം എഴുതി കൊടുക്കും. ലേഖനം എഴുതി കൊടുക്കുന്ന വലിയ പ്രൊഫസറാണ്. ആ ലേഖനം ലോകരാജ്യങ്ങൾ മുഴുവൻ പരക്കും. വിദ്യാർത്ഥികൾ മുഴുവൻ ഇദ്ദേഹത്തെ ദിവ്യനായിട്ട് കാണും. ദിവ്യനാക്കാൻ വേണ്ടിയിട്ട് ചില അവാർഡുകൾ, പ്രശസ്തി പത്രങ്ങളൊക്കെ കൊടുക്കും.
അപ്പോൾ അയാൾ ഒന്നുകൂടെ ദ്വീപിനാകും. കുട്ടികൾ അയാളുടെ കൂടെ കൂടും. അയാൾ പറയുന്നത് വേദവാക്യമായിട്ട് മാറും. അയാൾ ഇസ്ലാമിനെ പ്രചരിപ്പിക്കും ഇവരുടെ ഇടയ്ക്ക്. ഇസ്ലാമിനെ ഇസ്ലാമായിട്ടൊന്നുമല്ല, ഖുറാനൊന്നുമല്ല പഠിപ്പിക്കുന്നത്. ജസ്റ്റ് സപ്പോർട്ട് പാലസ്റ്റീൻ, സപ്പോർട്ട് ഹമാസ്, സപ്പോർട്ട് ഖത്തർ, സപ്പോർട്ട് പാകിസ്ഥാൻ. പാകിസ്ഥാൻ എന്താ കുറ്റം? ലെറ്റസ് ഹാവ് എ ഡിബേറ്റ്. ലെറ്റസ് പാകിസ്ഥാൻ്റെ ഭാഗത്ത് എന്താ, ഇന്ത്യയുടെ ഭാഗത്ത് എന്താ ന്യായം? ഇതിൽ പാകിസ്ഥാൻ്റെ ഭാഗത്തെ ന്യായങ്ങൾ നിരത്താനുള്ള സാമർഥ്യം ഈ അധ്യാപകനുണ്ട്. ഇന്ത്യയുടെ ഭാഗത്ത് ന്യായമുണ്ട് എന്ന് പറയാൻ വിദ്യാർത്ഥികളോട്ട് ഇല്ലതാൻ. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ മനസ്സ് പാകിസ്ഥാൻ അനുകൂലമായിട്ട് മാറും. ഇത് ഈ നരേറ്റീവ് പൊളിക്കുന്ന ആൾക്കാരെ ഇവിടുത്തെ പോലെ ക്യാൻസൽ കൾച്ചറാണ്. പിന്നെ ഇവർ ടി വി ഷോയിൽ വിളിക്കില്ല, ഓപ്പൺ ഡിബേറ്റിൽ വിളിക്കില്ല, ഇങ്ങനെയല്ല. ഞാൻ ഡിബേറ്റിന് വിളിക്കുമ്പോൾ ഞാൻ സുനിലിനെ വിളിക്കും. അപ്പോൾ അതിനൊരു ധാരണയുണ്ട്, സുനിൽ തോറ്റു തരും, എന്നെ ചോദ്യം ചെയ്യുന്നതായിട്ട് ഭാവിക്കും, പക്ഷേ കീഴടങ്ങും. അപ്പോൾ എന്നിട്ട് എൻ്റെ വീഡിയോ എടുത്തിട്ട് സുനിലിനെ തേച്ചൊട്ടിച്ചു എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കും. ഞാൻ ജയിച്ചു, എൻ്റെ പോയിൻറ്റ്സൊക്കെ സക്സസ്ഫുള്ളായി. സുനിൽ എന്നോട് പറയും, ആ കാശ് എവിടെ തരാമെന്ന് പറയും. കാശ് അതുകൊണ്ടാണ് കാശ് കൊടുത്തു. സുനിൽ ഹാപ്പി. സുനിലിന് എന്ത് നഷ്ടപ്പെടാൻ? ഇത് എവറിത്തിങ് ഈസ് എ ഡ്രാമ. ഇതുപോലെ ഈ ഡ്രാമ ടി വി ഡിബേറ്റ്സ് ഇതിലൊക്കെ ചെയ്യും. യൂട്യൂബ് വീഡിയോസ്, നല്ല ക്രിസ്പായിട്ടുള്ള ഭംഗിയുള്ള വീഡിയോസ് ഇസ്ലാമിനെ സപ്പോർട്ട് ചെയ്യും. അതിനകത്ത് ഇസ്ലാം എന്നുള്ള വാക്ക് പോലും ഉണ്ടാവില്ല. ബട്ട് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും. ഇത് അമേരിക്കയ്ക്ക് അറിയാമല്ലോ, അറിയാം. അതിൻ്റെ ഒരു തനിയാവർത്തനമാണ് ഇന്ത്യയിൽ നടക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ കൂടെ നിൽക്കുകയല്ലേ അമേരിക്ക ചെയ്യേണ്ടത്? ആണ്. പക്ഷേ അമേരിക്കയ്ക്ക് ഇക്കാര്യത്തിൽ ഒരുപാട് താല്പര്യങ്ങളുണ്ട്. അമേരിക്ക ഒരു നിലപാട് നോക്കും, ശരി ഇപ്പോൾ ഒറ്റയടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ തീർന്നു പോകും. തീർത്തിട്ട് എന്ത് വേണം? ഈ അലമ്പ് ഇങ്ങനെ നിൽക്കട്ടെ കുറച്ച് കാലം. ഇത് തീർത്ത് കഴിഞ്ഞാൽ ഇസ്രായേൽ വിചാരിക്കും ഞങ്ങളെന്തോ അവർ പറയുന്നത് മുഴുവൻ കേൾക്കുന്നവരാണ്. അന്വേഷിക്കില്ലൊന്നും പോകണ്ട, അവിടെ കിടക്കട്ടെ. ഇതുകൊണ്ട് ഇപ്പോൾ ഈ പാലസ്തീൻ അല്ലെ ഹമാസ് ഇസ്രായേൽ കോൺഫ്ലിക്റ്റിൽ എത്ര തവണ അമേരിക്ക ഇസ്രായേലിനോട് പറഞ്ഞു വെടിനിർത്തൽ വെടിനിർത്തൽ വെടിനിർത്തൽ, അവർ കേട്ടില്ല. എന്നാൽ ഇവരൊന്നും ചെയ്യുന്നുമില്ല. കഴിഞ്ഞ ആഴ്ച $14 ബില്യൺ ആയുധം കൊടുക്കാനായിട്ട് വീണ്ടും എഗ്രി ചെയ്തു ഇസ്രായേലിന്. ഇസ്രായേൽ അത് സ്വാഗതം ചെയ്തു. കഴിഞ്ഞ 3 മാസമായിട്ട് പെൻഡിങ് ആണത്. ഇപ്പോഴെങ്കിലും അത് സാങ്ഷൻ ചെയ്തതിൽ സന്തോഷം. വെടിനിർത്താൻ പറഞ്ഞ ആളാണ്. ഇതാണ് അമേരിക്കയുടെ കളി. അത് അജ്ഞാതമായ ഒരു ലോകമാണ് അമേരിക്കൻ. പക്ഷെ മറ്റൊന്നുകൂടിയുണ്ട്, ഈ ബന്ദികളായിട്ട് 150ഓളം പേരുണ്ട്. അതിൽ അമേരിക്കൻ പൗരന്മാരും ഉണ്ട്. അമേരിക്ക അതിൽ വലിയ കൺസേൺ ഒന്നുമില്ല. പോട്ടേന്ന് വയ്ക്കും അവർ, പോട്ടേന്ന് വയ്ക്കുക. അവിടെ കണക്കിട്ടാണ്. ഹമാസിനോട് പറയും, അതേ ഒരു കാര്യമുണ്ട്, ഞങ്ങളുടെ ആൾക്കാർക്ക് ശാപ്പാട് കൊണ്ടുണ്ട്, അവർ ഭദ്രമായിട്ടിരിപ്പുണ്ട്, അവരെ ഞങ്ങൾ തൊടുകയൊന്നുമില്ല. റൈറ്റ്. ഹമാസിനോടും അവർക്കൊരു ബന്ധമുണ്ട് അമേരിക്കയ്ക്ക്. ഭാരതത്തിന് ബന്ധമുണ്ടെന്ന് ഞാൻ സുനിലിനോട് പലതവണ പറഞ്ഞിട്ടില്ല. എന്താ ഇപ്പം ആവർത്തിച്ച് പറയുന്നു. അജിത് ഡോവൽ ഈസ് വൺ മാൻ who has got at least one contact with every terrorist group in the world, including Hamas. ഹമാസിനോട് സംസാരിക്കാൻ ഒരു വാതിലുണ്ട്, ഒരു ഫോൺ ലൈനുണ്ട്. ഹമാസിനോട് സംസാരിക്കാൻ, ബോക്കോ ഹറാമിനോട് സംസാരിക്കാൻ, ലഷ്കർ-ഇ തയ്യബയോട് സംസാരിക്കാൻ, ഇന്ത്യൻ മുജാഹിദിനോട് സംസാരിക്കാൻ, പോപ്പുലർ ഫ്രണ്ടിനോട് സംസാരിക്കാൻ, എന്തിന് പിണറായി വിജയനോട് സംസാരിക്കാൻ. ഒരു ഹോട്ട് ലൈൻ എപ്പോഴും, കാര്യം ശത്രുപക്ഷത്താണ് അതാണ് എന്നൊക്കെ പറയുമെങ്കിലും ഒരു ഹോട്ട് ലൈൻ അജിത് ഡോവലിൻ്റെ കയ്യിലുണ്ട്. ഇനി അജിത് ഡോവൽ പോയിട്ട് വേറൊരാൾ വരുന്നു എന്ന് വെച്ചാൽ അദ്ദേഹത്തിനും ഈ കോണ്ടാക്റ്റ് ഉണ്ടായേ മതിയാവുള്ളൂ. അങ്ങനെ വേൾഡ് പൊളിറ്റിക്സ് നടക്കുകയുള്ളൂ. വേൾഡ് പൊളിറ്റിക്സ് വസുധൈവ കുടുംബകം എന്ന് പറയുന്ന തത്വത്തിൻ്റെ പുറത്തല്ല, ചാണക്യനീതിയുടെ പുറത്താണ് വേൾഡ് പൊളിറ്റിക്സ് നടക്കുന്നത്. ഇത് ചാണക്യനീതിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു എന്നുള്ളതാണ് മോദിക്ക് ഞാൻ എൻ്റെ അപ്രീസിയേഷൻ. ഇപ്പോൾ അത് നടത്തിക്കൊണ്ടുപോകുന്ന ഡോക്ടർ ജയശങ്കറാണ്. ബട്ട് ബേസിക്കലി ദ കൺസെപ്റ്റ് വാസ് ചേഞ്ച് ബൈ മോദി. മോദിയും പ്രസംഗത്തിൽ 4 തവണയെങ്കിലും വസുധൈവ കുടുംബകം പറയുകയും ചെയ്യും. നെഹ്റുവിൻ്റെ ലെഗസി, രാജ്യത്തിൻ്റെ വിദേശ കാര്യം എന്ന് പറയുന്നത് ഒരു തുടർച്ചയാണല്ലോ, സാംസ്കാരിക തുടർച്ച. വസുധൈവ കുടുംബകം എന്നൊക്കെ മോദി പ്രസംഗിക്കും. അതൊക്കെ ഈ ഉങ്കായിൽ UN ജനറൽ അസംബ്ലിയിലുള്ള പ്രസംഗമാണ്. അതിന് നിശ്ചിതമായ ആൾക്കാർ ആ അസംബ്ലിയിൽ പ്രസൻ്റ് ആയിരിക്കണമെന്നുണ്ട്. അപ്പോൾ ഫിലിപ്പൈൻസുകാരൻ സൈപ്രസിനോട് പറയും, അത് ഞാനൊന്ന് ചായ കുടിക്കാൻ പോകണം, നീ ഒന്ന് ഇരിക്കാമോ ഇവിടെ, കോറം തയ്യണമല്ലോ, വേഗം വരണം കേട്ടോ, പോയിട്ട് വാ. സൈപ്രസ്സുകാരൻ എനിക്ക് കോറം തയ്ക്കാനായിട്ട്.
അപ്പോൾ കൈയടിക്കേണ്ട സമയത്തൊക്കെ എല്ലാവരും കൈയടിക്കും. മോദിയുടെ പ്രസംഗം ഗംഭീരം. മറ്റേ ഇർഫാൻ ഖാൻ എന്താ പാകിസ്ഥാനിലെ അയാൾ പ്രസംഗിക്കും, അതും ഗംഭീരം. ഷഹബാസ് പ്രസംഗിച്ചാലും ഗംഭീരം, അതിനും കൈയടിക്കും. ഇതൊരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ കൊണ്ടിരിക്കും. ബട്ട് അടിയിലൂടെ മോദി നമ്മളുടെ വിദേശ നയം മാറ്റി. അതോടെയാണ് എല്ലാവരും കുഴപ്പത്തിലായത്, ഈവൻ അമേരിക്ക. ഈ അമേരിക്കയിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ഈ പ്രക്ഷോഭം അല്ലെങ്കിൽ ഒരു മാറ്റമാണല്ലോ, അത് ഇന്ത്യയെ ബാധിക്കുമോ? ഏതെങ്കിലും തരത്തിൽ ബാധിക്കും. ഈ ഇന്ത്യയിൽ ഇതിൻ്റെ ഈ പിച്ച് കൂടി വരും. ഇപ്പോൾ രാഹുൽ ഗാന്ധി, എവറി ഐഡിയ ഓഫ് രാഹുൽ ഗാന്ധി ഈസ് പ്രൊക്യൂർഡ് ഫ്രം ഹാർവാർഡ് യൂണിവേഴ്സിറ്റി. എവറി സ്പീച്ച് ഈസ് റിട്ടൺ ബൈ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി. ഈ ദളിത് എന്നുള്ള സാധനം ഇങ്ങനെ മുഴിപ്പിക്കുന്നത് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ ഒരു അജണ്ടയാണ്. അല്ലാതെ ഇവിടെയെങ്കിലും ഒരു ദളിത് എന്ന് പറഞ്ഞ ഏർപ്പാടൊന്നുമില്ല. കേരളത്തിൽ എപ്പോഴെങ്കിലും ദളിത് ഉണ്ടോ? ഒരു 25 വർഷം മുമ്പ് ഈ വാക്ക് സുനിൽ കേട്ടിട്ടുണ്ടോ? ദളിത് ഇല്ല. പിന്നെ എവിടെ നിന്ന് വന്നു നമ്മുടെ തലയിൽ ഈ വാക്ക്? ഇത് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി കോയിൻ ചെയ്തിട്ട് അവർ വിട്ടതാണ്. വാസ്തവത്തിൽ ദളിത് എന്നുള്ള വാക്ക് പണ്ട് മഹാത്മാ ഫുലെ മഹാരാഷ്ട്രയിൽ ഉപയോഗിച്ചിരുന്നു. ശൂദ്രൻ എന്ന അർത്ഥത്തിലാണ് ദളിത്. മഹാത്മാ ഫുലെ ഉപയോഗിച്ച അർത്ഥത്തിലാണെങ്കിൽ കേരളത്തിലെ നായന്മാർ ദളിത്താണ്. കാരണം മഹാരാഷ്ട്രയിലെ ജാതി വ്യവസ്ഥ അല്ലല്ലോ കേരളത്തിൽ. ഹരിജൻ എന്നുള്ള വാക്കിനെ റീപ്ലേസ് ചെയ്തിട്ടല്ലേ കൊണ്ടുവന്നത് ഗാന്ധിജി? അങ്ങനെ ഹരിജൻ പിന്നീട് വരുന്നതാണ്. ദളിത് മഹാത്മാ അല്ല ഇപ്പോൾ വന്നത്, ഇപ്പോൾ ദളിത് വരുന്നത് ഹരിജന് പകരമായിട്ടോ അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അതൊരു പൊളിറ്റിക്കൽ ടേമാണ് ദളിത്. കാസ്റ്റിൻ്റെ ഇതുപോലും അല്ല. ദളിത് ആരാണെന്ന് ചോദിച്ചു നോക്കിയേ, ഓരോരുത്തരും ഓരോ നിർവചനം പറയും. ഏതൊക്കെ ജാതി ചേർന്നതാണ് ദളിത്? മഹാത്മാ ഫുലെയുടെ നിർവചനം എടുത്തു കഴിഞ്ഞാൽ കേരളത്തിലെ നായന്മാർ ദളിത്താണ്. അതെങ്ങനെയാണ്? ആ ശൂദ്രനെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ശൂദ്രന്റെ മുഴുവൻ വിളിപ്പേരാണ് ദളിത് എന്നുള്ളത്. പക്ഷേ അവിടുത്തെ ശൂദ്രന്മാരിൽ പെടാത്തവരും ഇവിടെയുണ്ട്. ശൂദ്രന് താഴെയുള്ള പഞ്ചമൻ എന്നൊക്കെ പറഞ്ഞ് ഇവിടെയുണ്ട്. ഇത് അവിടെ കുറവ്, അല്ലെങ്കിൽ ഫൂലെയുടെ ഡിസൈനിൽ വരാത്തവർ. ഇതൊക്കെയാണ് ഈ കാസ്റ്റ് ഇട്ട് നിങ്ങൾ കളിക്കുമ്പോൾ നിങ്ങൾക്ക് വരുന്ന കുഴപ്പം. കാസ്റ്റ് നിങ്ങളെ വിഴുങ്ങിക്കളയും. ടി ജി ഇപ്പോൾ പറഞ്ഞ പുലയുടെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ എന്താ? മഹാത്മാ ഫുലെയുടെ ഞാൻ പുല എന്നാണ് കേട്ടത്. അല്ലല്ല, മഹാത്മാ ഫുലെ അദ്ദേഹം വലിയ സോഷ്യൽ വർക്കറായിരുന്നു മഹാരാഷ്ട്രയിൽ. അദ്ദേഹം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ഉണ്ടല്ലോ, അതിൽ പങ്കുചേരണം എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ്സുകാർ പുള്ളിയെ ചെന്ന് കണ്ടു. പുള്ളി റെഫ്യൂസ് ചെയ്തു, പറ്റില്ല എന്ന് പറഞ്ഞു. കോൺഗ്രസ് ഒന്നും ഉണ്ടായിട്ടില്ല ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ. മഹാരാഷ്ട്രയിലെ കുറേ മാന്യന്മാർ. പുള്ളി പറഞ്ഞു, ഭാരതത്തിലെ ഈ ജാതി അസമത്വം ഇത് അവസാനിക്കാതെ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് കാര്യമില്ല. ഇപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ചെയ്യുന്ന ദ്രോഹമുണ്ടല്ലോ, അത് വേറെ കുറച്ച് പേര് ചെയ്യുന്നേ ഉള്ളൂ. ദ്രോഹം ഒന്ന് തന്നെയായിരിക്കും. മാത്രമല്ല, ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങൾ അവരുമായിട്ട് ഏറ്റുമുട്ടാൻ പോകരുത്. മറിജാവുകയെ ചത്തു കൊന്നുകളയും അവർ. ഒരു ദയയും മയവും ഇല്ലാത്തവരാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഞാനവരെ ഒബ്സർവ് ചെയ്തിട്ടുണ്ടെന്ന്. പറഞ്ഞ പോലെ തന്നെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ത് ചെയ്തു? ക്രഷ് ചെയ്ത് കളഞ്ഞു. മംഗൾ പാണ്ഡെയൊക്കെ അങ്ങനെ പോയതാണല്ലോ, നശിപ്പിച്ച് കളഞ്ഞു. ഇത്ര വലിയ ക്രൂരും ആക്രമണവും വേറെ നടന്നിട്ടില്ല ലോകചരിത്രത്തിൽ. അത്ര ഭീകരമായ അടിച്ചമർത്തലായിരുന്നു 1857 അതിനുശേഷവും. ഫുലെ ഇത് മുൻകൂട്ടി കണ്ടു. ഇപ്പം നമുക്ക് സൊസൈറ്റിക്ക് ബലം വേണ്ടേ? ഫുലെയുടെ പോയിൻ്റ് അതാണ്. നമ്മൾ ഇങ്ങനെ ജാതികളായിട്ട് വിഘടിച്ച് നിൽക്കുന്നു. ഇത് ഞാനൊന്ന് ഒരുമിപ്പിച്ചെടുക്കട്ടെ. ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇവനെ എതിർക്കാൻ പറ്റുള്ളൂ. നമ്മൾ തമ്മിൽ തന്നെ അത്ര സുഖമില്ലെങ്കിൽ പിന്നെ മറ്റവനുമായിട്ട് എന്താ ചെയ്യാൻ പോകുന്നത്? കുറച്ച് പേരെ വിളിച്ചിട്ട് അവൻ 100 രൂപ കയ്യിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവൻ്റെ പിന്നാലെ അങ്ങ് പോകും. ഇത് പോകാത്ത രീതിയിൽ സമൂഹത്തെ ശക്തമാക്കുക, ഇതായിരുന്നു ഫുലെയുടെ. അല്ല, ഫുലെ രാജ്യദ്രോഹി ആയതുകൊണ്ടല്ല ആ സമരത്തിന് പോകാഞ്ഞത്. ഹി ഹാസ് ഹിസ് ഓൺ റീസൺ ആൻഡ് ഹി വാസ് പ്രൂവ്ഡ് റൈറ്റ് ഓൾസോ. അതാണ് ഫുലെ പിന്നീട് മഹാത്മാ ഫുലെ എന്ന് വിളിക്കാൻ കാരണം അതാണ്. അപ്പോൾ ആ ഫുലെ അന്ന് ഉപയോഗിച്ച വാക്കാണ് ദളിത്. അതിനുശേഷം ആ വാക്ക് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിന് ശേഷം വലുതായിട്ടൊന്നുമില്ല. മഹാരാഷ്ട്രയിൽ കൺഫൈൻഡായിട്ട് നിന്നു ആ വാക്ക്. ഇത് ഒരു ഓൾ ഇന്ത്യ വാക്കാക്കി മാറ്റിയത് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ ഡിസൈനാണ്. ഒരു പുതിയ അറിവാണ്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ ഡിസൈനാണ് അത്. അതിനെതിരെ ഒരുപാട് നരേറ്റീവ്, ഇപ്പോൾ സ്നേക്സ് ഇൻ ദ ഗംഗ എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയിട്ടുണ്ട് രാജീവ് മൽഹോത്ര. അദ്ദേഹം അതിനകത്ത് ഈ ഗൂഢാലോചന, ഇവരുടെ പേരും എല്ലാം
വെളിപ്പെടുത്തിയിട്ടുണ്ട്. നത്തിങ് ഹാപ്പൻ. ഹീ ഈസ് റിസൈഡിങ് ഇൻ അമേരിക്ക, റൈറ്റിംഗ് അഗൻസ്റ്റ് ദ ഡിസൈൻ ഓഫ് ഈസ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി എല്ലാം. നമുക്ക് വി വിൽ ഹാവ് അനദർ ഡിസ്കഷൻ ഓൺ ദിസ് സബ്ജക്ട്. ഏതായാലും അമേരിക്കയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ, ഇപ്പോൾ ഈ പ്രക്ഷോഭങ്ങൾ അത്ര ഗുണപരമായ പ്രക്ഷോഭങ്ങളല്ല, ഇന്ത്യക്കും ആശങ്കപ്പെടാൻ ചില കാര്യങ്ങൾ അതിലുണ്ട്. അമേരിക്കയ്ക്ക് അതിൽ ആശങ്കപ്പെടാൻ കാര്യമില്ല, പക്ഷേ ഇന്ത്യക്കുണ്ട്. ഈ ടീമെല്ലാം അമേരിക്കൻ നോക്കുകളാണ്. അമേരിക്ക ഇംഗ്ലണ്ടിൽ എന്ത് ചെയ്യുന്നു, ആരെന്ത് പ്രശ്നം, അത് കോപ്പി അടിക്കാനായിരിക്കും ഇന്ത്യയിൽ ശ്രമിക്കുക. ഈ ഇത്ര വലിയ ഭോഷ്ക് കണ്ടിട്ടുണ്ട് ഈ സത്യാനന്തര കാലഘട്ടം. വാട്ട് ഈസ് ദിസ്? പ്രയോഗമാണ്, എനിക്കറിയില്ല. ഇവന്മാരൊക്കെ ഈ ഇടതുപക്ഷ മതനിരപേക്ഷ ജനാധിപത്യ ടീമെല്ലാം സത്യാനന്തരം എന്ന് പറഞ്ഞിട്ട് സ്വരാജിൻ്റെ ഒരു യൂട്യൂബ് ചാനൽ തന്നെയാണ്. വാട്ട് ഈസ് സത്യാനന്തരം? പോസ്റ്റ് ട്രൂത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു സായിപ്പ് എഴുതിയ ഒരു ലേഖനം, ബുക്ക് പോലും അല്ല, ഒരു ലേഖനം. ആ ലേഖനവും തലേ ചുമന്നുകൊണ്ട് നടക്കുകയാണ് ഈ അടിമകൾ. ഇത്ര വൃത്തികെട്ട രാജ്യദ്രോഹികൾ ഒരു സ്ഥലത്തും കാണാൻ സാധ്യമല്ല. ഏതെങ്കിലും ഒരു സായിപ്പ് എന്തെങ്കിലും അത് വായിലൂടെയോ അല്ലെങ്കിൽ അന്നനാളത്തിൻ്റെ മറ്റേ അറ്റത്തിലൂടെയോ സംസാരിച്ചു കഴിഞ്ഞാൽ ഉടനെ ഇവർക്ക് ദിവനാണ് അയാൾ. എനിബഡി ഹു സ്പീക്സ് നോൺസെൻസ് ഈസ് ബീയിങ് വർഷിപ്ഡ് ഹിയർ. മഹാകഷ്ടം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ അമേരിക്കയ്ക്ക് ഇതുകൊണ്ട് ദോഷമൊന്നുമില്ല, പക്ഷേ ഭാരതത്തിന് ദോഷമുണ്ട്. ഇവരുടെ ഓരോ പ്രസംഗം, ഓരോ പുസ്തകം, ഓരോ ലേഖനം ഇവിടെ ആഘോഷിക്കപ്പെടും. അല്ല, ഭാരതം പോളിംഗ് ബൂത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളിത് ചർച്ച ചെയ്യുന്നത്. ഏതായാലും പുതിയൊരു ഭരണകൂടം വീണ്ടും വരികയാണ്. അത് നിലവിലുള്ള ഭരണകൂടത്തിൻ്റെ തുടർച്ച തന്നെയാണെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. അപ്പോൾ സർക്കാർ ഭരണകൂടം ഇത് ഗൗരവത്തിൽ കണ്ട് കൈകാര്യം ചെയ്യുന്നതിനെ നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.